നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സമയം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ജ്യോത്സ്യനല്ല. അല്ലെ, എന്നാലും ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട എന്ന് വിളിച്ച് കളിയാക്കിയതാണോ പുള്ളി? അല്ല, നമ്മൾ അങ്ങനെ പറയണല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അല്ല, ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊടുത്തു ബഹുമാനം കൊടുക്കണം. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ NSS കാരൻ സുകുമാരൻ നായർ സാർ അദ്ദേഹത്തിനെ ശരിക്കും പറ്റിച്ചോ? സുകുമാരൻ നായർ അങ്ങനെ ഗണേഷ് കുമാറിനെ പറ്റിക്കുന്ന ആളൊന്നുമല്ല. സുകുമാരൻ നായർ സാറിനെ ഇപ്പം സംബന്ധിച്ചിടത്തോളം, NSSന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില മുൻകോപം കൂടുതലുള്ള ആളാണ്. ചില നിലപാടുകളൊക്കെ എടുത്ത് ചടിക്കറി പറയും. പക്ഷേ ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് അത് തിരുത്താൻ മടിയില്ലാത്ത ആളുമാണ്. പക്ഷേ ഈ കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനായിരിക്കുന്ന NSSന്റെ പുനലൂർ താലൂക്ക് യൂണിയൻ ഇതൊരു കുടുംബസ്വത്ത് പോലെ ആർ ബാലകൃഷ്ണപിള്ള സാർ മരണപ്പെട്ട ശേഷം ഗണേഷ് കുമാറിന് ലഭിച്ചതാണ്. പിന്തുടർച്ചാവകാശം. ചില ക്ഷേത്രങ്ങളൊക്കെ മറ്റേ വാലായ്മ ഊരായ്മ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞൊരു വാചകമാണ്. എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയതാണ് പുനലൂർ താലൂക്ക് യൂണിയൻ NSSഉം എന്നൊരു പരാമർശം, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു കെ വി ഗണേഷ് കുമാർ പറഞ്ഞു. അങ്ങനെ ഒരുത്തിൻ്റെയും തന്തയുടെ വകയല്ല NSS എന്ന ഉത്തമ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് NSS ഗണേഷ് കുമാറിന് എന്നാണ് ഇന്നലത്തെ തീരുമാനം കൊണ്ട് നമുക്ക് മനസ്സിലാകും. ആർ ബാലകൃഷ്ണപിള്ള സാറ് NSS പുനലൂർ താലൂക്ക് യൂണിയന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആ നാട്ടുകാർക്കാർക്കും സംശയമൊന്നുമില്ല. ഈ NSSന്റെ കരയോഗങ്ങളിലും താലൂക്ക് യൂണിയനുകളിലും ഒക്കെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല, നാട്ടിലൊരു നിലയും വിലയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. കരയോഗം പ്രസിഡന്റ് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഒരു ഗവയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ കരയോഗം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആവാൻ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും ചെന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചടക്കുന്ന കൊച്ചോട്ടന്മാർ ഒരുപാടുണ്ട്, ഒത്തിരിയുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ അവർ അടിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് അത്തരത്തിൽ ആയിരിക്കുന്നത്. അങ്ങനെ അടിപ്പണിയും വേണ്ട, മേൽപ്പണിയും വേണ്ട ഒരു രാഷ്ട്രീയ നേതാവ്, മുൻ മന്ത്രി എന്ന നിലയിലൊക്കെ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാറിന് കുടുംബസ്വത്ത് പോലെ പുനലൂർ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നു. പത്മ കഫേ ഒരു വലിയ വിജയമാണ് NSSനെ സംബന്ധിച്ചിടത്തോളം. ഈ കോളേജുകളെ സ്കൂളുകളെയൊക്കെ പറ്റിയൊക്കെ ആക്ഷേപം ഉണ്ടെങ്കിലും പത്മ കഫയെ പറ്റി ആക്ഷേപമൊന്നുമില്ല. നല്ല നാടൻ വെജിറ്റേറിയൻ സദ്യയും തിരുവനന്തപുരത്ത് സെക്രട്ടറിന്റെ തൊട്ടടുത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ മുക്കിലും മൂലയിലും കഴിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലതാ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു NSSൽ ഒരു പത്മ കഫേ പണിഞ്ഞതിന്റെ പേരിൽ ഒരു താലൂക്ക് യൂണിയൻ തന്നെ പിരിച്ചുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. 4.5 കോടി രൂപയാണ് അത്രേ. പട്ടാഴി എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് മാറി നിൽക്കുന്ന, അങ്ങോട്ട് കൊട്ടാരക്കരയ്ക്കും പുനലൂരിനും ഇടയിലുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് പട്ടാഴി ദേവി ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് കുറേ കടകളും ബാങ്കുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലൊരു പത്മ കഫേ തുടങ്ങുന്നതിന് 4.5 കോടി രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ, ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന്റെ ചിലവാ 4.5 കോടി രൂപ. എന്താണ് അതിനോട് ചിലവാക്കിയത് എന്ന ചോദ്യം സാധാരണഗതിയിൽ ഈ നായന്മാർക്കുണ്ടാവാം. സാധാരണ എല്ലാവർക്കും എല്ലാവരും വിട്, ഇത് നായന്മാരുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നായന്മാരെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളവരാരും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇവരുടെ പൈസയാണല്ലോ, സർക്കാരിന്റെ ഖജനാവിലെ പൈസയൊന്നുമല്ല. വേറെ ആരും അതിനകത്ത് ഇടപെടാനും വരണം, നായന്മാരെ ഇടപെട്ടാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നായന്മാര് കൊച്ചാട്ടന്മാര് ഇത് കമ്മിറ്റിയിൽ ചോദിച്ചു, എന്തിനാണ് ഈ 4.5 കോടി? അപ്പം ഗണേഷ് കുമാർ പറഞ്ഞു, എൻ്റെ തന്ത ഉണ്ടാക്കിയതാണ് താലൂക്ക് യൂണിയൻ, അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിക്കും, നീ ചോദിക്കാൻ വരണ്ട. അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചാട്ടൻ എന്നെ ചോദ്യം ചെയ്തു. പട്ടാഴി ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഈ ഗണേശൻ കൊച്ചാട്ടൻ്റെ അനുയായികളായ 2-3 പേർ ചേർന്ന് ചോദ്യം ചെയ്ത കരയോഗം മെമ്പറെ മർദ്ദിച്ചു. അതിന്മേലുണ്ടാകുന്നൊരു നാണക്കേട് ഭയങ്കരമല്ലേ? തീർച്ചയായിട്ടും. ഒരു മാന്യമായി ജീവിക്കുന്ന, നാട്ടിൽ നിലയും വിലയും വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിലയും വിലയുമുള്ള ഒരാളെ ഉത്സവ പറമ്പിലിട്ട് ഒന്ന് പിടിച്ചു തള്ളിയാൽ പോലും അയാളുടെ അഭിമാനം. കമ്മിറ്റിയിൽ ചോദ്യത്തിന് ഇങ്ങനെയാണ്. അല്ല, അവിടെ അടിക്കത്തില്ല, അത് കരയോഗക്കാരാണല്ലോ. അല്ല, എന്നാലും അത് അവിടെ പാർട്ടിക്കാരെ വെച്ച് പുറത്ത് വെച്ച് പ്രതികാര നടപടി വളരെ മോശമാണ്. ഞാൻ രാവിലെ ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ ആവശ്യത്തിന് വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ കെ വി ഗണേഷ് കുമാറിനെ കുറിച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീയും കുറേ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അദ്ദേഹത്തെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നതല്ലോ, നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ്, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, സൂക്ഷിക്കണം കേട്ടോ, ഇയാൾ പകയുള്ള ആളാ, പ്രതികാരം ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞത്, എൻ്റെ ആരോഗ്യവും എൻ്റെ ജീവനും സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ അവൻ്റെ ഉത്തരവാദിത്വമാണ്, എനിക്കെന്തെങ്കിലും പറ്റി അതിൻ്റെ പിന്നിൽ അവനായിരിക്കും എന്ന് ഉത്തമ ബോധ്യം നാട്ടുകാർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ കെ വി ഗണേഷ് കുമാറിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അതെ,
ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ തിരുഭാഷണം, സാറിൻ്റെ തിരുഭക്ഷണം, സാറിൻ്റെ തിരുവസ്ത്രം, സാറിൻ്റെ തിരുപാതുകങ്ങൾ, സാറിൻ്റെ തിരു അപ്പി, സാറിൻ്റെ തിരുത്തുപ്പൽ, അങ്ങനെ കാണുന്ന കുറേ പേരുണ്ട്. ചേട്ടൻ ഞാൻ വേണമെങ്കിൽ ചേട്ടൻ്റെ പേഴ്സണൽ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. കേരള കോൺഗ്രസ് പിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നൊരു ഓഡിയോ ആണ്. അവിടുത്തെ ഒരു പ്രമുഖനായ നേതാവ് ഇട്ട ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ സാറിൻ്റെ നെഞ്ചകം പിടയുകയാണ്, നമ്മുടെ സാറിൻ്റെ മനസ്സ് തളർന്നിരിക്കുകയാണ്, നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്ന നമ്മുടെ ഗണേഷ് കുമാർ സാറിനൊപ്പം നിൽക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് നാളെ ഞാൻ നടന്ന പരിപാടിയെക്കുറിച്ചാണ്, പത്തനാപുരത്ത് നടക്കുന്ന നമ്മുടെ ശക്തി പ്രകടനത്തിൽ എല്ലാവരും ഭാര്യമാരെയും മക്കളെയും കൊണ്ട് പങ്കെടുക്കണം. നെഞ്ചകം പിടയുകയാണ്. അപ്പൊ അതിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ഈ ഭാര്യയും മക്കളെയും കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ എന്റെ നാക്കിൻ മുമ്പ് ഞാൻ അതിലേക്ക് പോകുന്നു. ആ ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ നമുക്ക് ചിരി വരും. തീർച്ചയായിട്ടും. അപ്പം സാറിന്റെ സങ്കടങ്ങൾ മാറ്റാൻ സാറിന് എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ നാട്ടിലുണ്ട്. അപ്പൊ സാറിനെ കുറ്റം പറഞ്ഞവനെ വഴിയിലിട്ട് കയ്യേറ്റം ചെയ്തു. അതോടുകൂടി സംഭവം കുറച്ച് സ്ട്രോങ് ആയി. ഇതിനും പറയുന്നത് എന്താ? രാഷ്ട്രീയ പകപോക്കൽ. ആരാ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നത്? കോൺഗ്രസ്സുകാർ. ഇയാളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അഞ്ചൽ നിന്ന് വന്ന് താമസിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് NSSനുള്ളിൽ കയറി NSSന്റെ ആളെ പണിയാനുള്ള സ്കോപ്പ് ഒന്നും അവിടെ ഇല്ല തൽക്കാലം. അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അത് പോട്ടെ, അത് നമുക്ക് ആരെ അറിയില്ലല്ലോ. അല്ല, അദ്ദേഹം അഞ്ചലിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഒരാളല്ല. സീറ്റ് കിട്ടുക. ഈ അഞ്ചലിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പോ KB ഗണേഷ് കുമാറിന്റെ വീട് എവിടെയാണെന്നറിയോ? എവിടാ? അദ്ദേഹം കൊട്ടാരക്കര, ഈ പറയുന്ന കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ വോട്ടറാണോ? അല്ല, അദ്ദേഹം ഇപ്പൊ പത്തനാപുരത്തല്ലേ ഉള്ളത്. അല്ല, ഇയാളുടെ തറവാട് എവിടാ? ഇപ്പൊ പെണ്ണുമ്പിള്ള പോയിട്ട് മറ്റേ ലേഡികളുമായി പൊക്കിയ സ്ഥലം എവിടെയാ? അത് ഈ പറയുന്ന പോലെ വാളകത്ത്. തറവാട്ട് വീട്. അതെ. പത്തനാപുരത്ത് MLA ഓഫീസ്, അവിടെ താമസമൊന്നുമില്ല. വാളകത്താണ് ഈ ക്രിയ നടന്നിരിക്കുന്നത്. ഈ വാളകത്തെ വീടുണ്ടല്ലോ, കീഴോട്ട് തറവാട്, ഏത് നിയോജകമണ്ഡലത്തിലാണെന്നറിയോ? അത് കൊട്ടാരക്കര നിയോജകമണ്ഡലമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതല്ല, അത് ഇടമുളയ്ക്കൽ പഞ്ചായത്താണ്. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് വരുന്നത് പുനലൂർ നിയോജകമണ്ഡലത്തിലാണ്. ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ സ്ഥലം എന്ന് ഇവർ അവകാശപ്പെടുന്ന അഞ്ചലും വരുന്നത് പുനലൂർ നിയോജകം. അപ്പൊ രണ്ട് പുല്ലൂരുകാർ വന്ന് പത്തനാപുരത്ത് മത്സരിക്കുന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ ആഡംബരമൊന്നും വേണ്ട. ഇങ്ങനെ ഈ പറയുന്ന ഡെക്കറേഷൻ ആവശ്യമൊന്നുമില്ല. രണ്ട് പുനലൂരുകാർ വന്നവർ, ഒരാൾ നേരത്തെ ഇവിടെ വന്ന് വീട് വെച്ചിട്ടുള്ളതുകൊണ്ട് വോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപി കണ്ടില്ലേ, തൃശ്ശൂർ പോയപ്പോ തൃശ്ശൂരോട്ട്, തിരുവനന്തപുരത്തോട്ട്, അത്രേ ഉള്ളൂ. മറ്റേ പുള്ളി ഇപ്പോഴും എനിക്കൊന്ന് ജ്യോതികുമാർ ചാമക്കാല വോട്ട് ചെയ്യുന്നത് പുനലൂരാണോ തിരുവനന്തപുരത്താണോ എന്നൊരു സംശയം. കാരണം കുറച്ചു കാലമല്ല അദ്ദേഹം വീട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. മക്കളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഭാര്യയും മക്കളും ഒക്കെ തിരുവനന്തപുരത്ത്. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ NSSൽ കലാപക്കൊടി വരുന്നു. പിന്നെ ഈ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യ പോയി മറ്റേ സാധനം തൂക്കിയല്ലോ. ഈ സംഭവം പുള്ളിയൊന്ന് തിരക്കി കാണും. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഭാര്യ ഈ തെളിവുകളൊക്കെ കൊടുത്തു കാണും. തീർച്ചയായിട്ടും. ഇപ്പൊ ഗണേശനെ കുറിച്ചൊരു ബിംബം സുകുമാരൻ നായരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഫോട്ടോ കാണാൻ കണ്ടിട്ട് ആ ബിംബം തകർന്നുടഞ്ഞതാണോ എന്ന് സംശയം. കാരണം രാവിലെ ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നുണ്ട്, മെനഞ്ഞാന്ന് കൂടി ഞാൻ കണ്ടതാണ്, ചായ കുടിച്ചതാണ്, ചോറുണ്ടോ എന്ന് ചോദിച്ചാണ്, പക്ഷെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനെ വേറൊരു തരത്തിലേക്ക്, ഇത്രയും ഭീകരനാണെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടു കാണാം. ഇതിനെ വേറൊരു തരത്തിലേക്ക് ഗണേഷ് കുമാർ വളച്ചൊടിക്കുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങ് പോവാണെങ്കിൽ പോട്ടെന്ന് വെക്കുന്നു. എന്തിനാ? നായന്മാരുടെ ഇടയിലുള്ള ദൈവം അല്ലല്ല, അങ്ങനല്ല. നായന്മാരുടെ ഇടയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രതാപം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇനി അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ മണ്ട കയറാൻ പോവാ. അവരെ അങ്ങ് കൂട്ടുപിടിക്കാനുള്ള പരിപാടിയാണ് പുള്ളി. അതുപോലെ ഏതോ പാസ്റ്റർ കോട്ടരക്കര ടിനുപാസ്, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്. ടിനുപാസ് അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഓരോരുത്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെന്ന് ഇടപെടാൻ നമ്മളാരും അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 10 ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരൊക്കെ രാജിവെച്ചു താലൂക്ക് യൂണിയൻ. അതോടുകൂടി പെരുന്നയിലിരുന്ന് വലിയ കൊച്ചാട്ടൻ ഒപ്പിട്ടു. ഏതാ സുകുമാരൻ നായർ സാറ് അക്സെപ്റ്റ് ചെയ്ത് ഒപ്പിട്ടു. ഈ യൂണിയൻ അങ്ങ് വിരിച്ചുവിട്ടേക്കെ. ഇത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനോട് VD സതീശനോട് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു, 100 സീറ്റ് ലഭിച്ചാൽ ഞാൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാം, VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാമെന്ന് ചോദിച്ചു. VD സതീശൻ പറഞ്ഞു രാഷ്ട്രീയ വനവാസത്തിന് പോകാമെന്ന് പറഞ്ഞു. മറ്റേ പിള്ളേരും മറുപടി കൊടുത്തില്ല. അങ്ങേരുന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറി അല്ല. ഇനി NSS SNDP ഐക്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗണേശൻ മിണ്ടിയില്ല. ഇത് ഐക്യമില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ വീണ്ടും വെള്ളാപ്പള്ളിക്കെതിരെ കലാപക്കൊടി ഉയർത്തി. വെള്ളാപ്പള്ളി തിരിച്ചിഷ്ടം പോലെ കൊടുക്കുകയും ചെയ്തു.
പിന്നെ രസകരമായ രാഷ്ട്രീയ രസം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി ഇപ്പൊ SNDP യോഗത്തിന്റെ ജനറൽ ഞാൻ സെക്രട്ടറി ചിരിച്ചത് കേട്ടോ. KV ഗണേഷ് കുമാർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും അല്ല. അവിടെ ഞാൻ ആദ്യം ചിരിച്ചു. വെറുതെയില് കലഞ്ഞൂർ മധുവിനെ മാറ്റി ഗണേഷ് കുമാറിനെ ആക്കി വെച്ചിട്ടുണ്ട്. താമസിയാതെ അത് പോകും. അപ്പോ മാനഹാനി, സ്ഥാനചലനം, പേരുദോഷം, മനപ്രയാസം, അങ്ങനെ ആകെ ചേട്ടൻ ആദ്യം ചോദിച്ചതുപോലെ ജോത്സ്യൻ അല്ലെങ്കിൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ മാനസിക നിലയെ കുറിച്ച് സംസാരിക്കാം. എങ്കിലും ഉദ്ഘാടനങ്ങൾ നമുക്കറിയാലോ, കായിക മന്ത്രി കായിക ഓഫീസ് പണിയാതെ ഉദ്ഘാടനം ചെയ്യുന്നു. തറക്കല്ലടിയിലെ ഒരു വലിയ ബഹളമാണ്. തീരാറായില്ല. ഇതിനിടയിലും പുള്ളി ഒരു അവിടെ ഇവിടെയൊക്കെ ബസ്, കുഴപ്പമൊന്നുമില്ല, ബസ് ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഓടിക്കുന്നത് ഭയങ്കര ക്രൈസ് അല്ല, ഇഷ്ടംപോലെ വാങ്ങിവിട്ടിട്ടുണ്ട്. മുക്കിലും മൂലയിലൂടെ ഒക്കെ അങ്ങ് ബസ് ഓടിക്കും പത്തനാപുരത്ത്. ചെറിയ വഴിയിലൊക്കെ ഇന്നലെ ആണ്ട് പറയുന്നത് പറകാവൊക്കെ വിട്ടുന്നു. കാരണം അമ്മ പറയുന്നിട്ട് വീട്ടിൽ തേങ്ങ നടത്താൻ വേണ്ടിയിട്ട്, എന്റെ വീട്ടിലെ പത്തനാപുരത്താണല്ലോ, തേങ്ങ നടത്താൻ വേണ്ടി 10 മണി വരെ വിളിച്ചു, 10 പേരും വന്നില്ല. അപ്പൊ ഞാൻ നമ്മ എന്തോ പറ്റി, അത് എല്ലാവരും ഈ ഇട റോഡിലെ പറങ്കാവും റബ്ബറും മനസ്സിലായി തേക്കും ഒക്കെ വെട്ടുന്ന തിരക്ക്. അതെന്താ ബസ് കൊണ്ടുപോയി ഗണേശൻ വരും ബസ് ഓടിക്കാൻ. എത്ര ദിവസം ഈ ബസ് ഓടും? അതാണ് അദ്ദേഹം പോകുന്നവരോടും. പോകുന്നവരൊന്നും അല്ല, ഇലക്ഷൻ വരെ ജയിച്ചാലും തോറ്റാലും നിൽക്കും. ചിലപ്പോ ഇല്ല മറ്റേ പുള്ളി അറിയത്തില്ല. അതോടെ നിൽക്കട്ടെ. എന്തായാലും പറങ്കാവിനൊക്കെ ഭയങ്കര തഴച്ചു നിന്ന പറങ്കാവും പൂത്തു നിന്ന പറങ്കാവും മാവും ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കും, കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കും. തീർച്ചയായും ചോദിക്കും ഗണേശന് മറ്റേ പോപ്പോ ഉള്ള ഹോണുള്ള ബസ് ഓടിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. അല്ല, അത് പലർക്കും പോപ്പോടി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ പഴയകാല ഇഷ്ടങ്ങളും പക്ഷെ പഴയ പുള്ളി ഇപ്പോഴും എന്താണെന്നറിയോ, ഗണേഷ് കുമാറിനോട് എനിക്ക് സ്നേഹമുണ്ട്. എന്താ പുള്ളി ഈ പഴയ കാലത്ത് ഇഷ്ടങ്ങളൊന്നും ഇത്രയും വളർന്ന മന്ത്രിയായിട്ടും വിട്ടിട്ടില്ല. പുള്ളി പോപ്പോ അടിക്കുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ നേച്ചറാണ്. പുള്ളിയുടെ വീട്ടിൽ വലിയ കളിപ്പാട്ടങ്ങളുടെ വലിയ കലവറയുണ്ട്. എനിക്കത് ന്യൂസ് 18 സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാര്യ ഇപ്പൊ ഈ കലാപക്കൊണ്ട് ഉയർത്തിയ ബിന്ദു ചേച്ചി തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കളിപ്പാട്ട ഭ്രാന്തിനെ പറ്റി പറയുന്നത്. പുള്ളി ട്രെയിൻ ഓടിക്കും, ബസ് ഓടിക്കും, മറ്റേ കാർ ഓടിക്കും. ഇടയ്ക്ക് കുട്ടിയാവുന്ന ഈ വാദ്യോപകരണങ്ങളോട് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഫ്ലൂട്ടൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിലേക്കൊന്നും പോടാ. എന്തായാലും അവിടെ നിൽക്കട്ടെ. പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കിടയിൽ വന്ന് ഇന്ന് മാധ്യമങ്ങളോട് സംശയം, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നുള്ള വിഷമമുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. വിക്കൊക്കെ കറക്റ്റ് ആയിട്ടാ വെച്ചത്. ഈ പത്തനാപുരത്ത് വന്ന് ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വീഡിയോ ഞാൻ കണ്ടേ. അതിനകത്ത് കുറേപ്പെട്ട ഇത് കേട്ടില്ല. അവന്മാരുടെ ആവേശം കേട്ടിട്ട് ഈ ഓടിയോ ഇട്ടവന്റെ പെണ്ണുമ്പിള്ളയും കൊച്ചിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഓടിയോ കേട്ട ആവേശം മൊത്തം കുറെ പേര് പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളും കൊയ്യാത്ത പിള്ളേരും കേട്ട് വന്നിട്ടുണ്ടായിരുന്നു. CPM CPIക്കാരും ഇതൊരു ഐക്യദാർഢ്യമായിട്ട് വന്നിട്ടുമില്ല. അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. എന്തായാലും NSS പുല്ലൂർ താലൂക്ക് യൂണിയനിൽ തൽക്കാലം ഗണേഷ് കുമാറിന്റെ ആധിപത്യത്തിന് അറുതി വന്നിരിക്കുന്നു. സുകുമാരൻ നായർക്ക് ഉത്തമമായ ബോധ്യം വന്നിരിക്കുന്നു. ഇനി ടിനു പാസ്റ്ററുടെ പിൻഗാമികൾക്ക് കൂടി അത് വന്നാൽ ഏകദേശം കാര്യങ്ങൾ ധാരണയിലെത്തും എന്നുള്ളതാണ്. പല ആളുകളും പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്. പല ആളുകളും അത് ഇടത് ക്യാമ്പിൽ തന്നെ പ്രതീക്ഷിച്ചിരിക്കുക, ഇപ്പൊ വരും ക്യാപ്സൂളുകൾ തയ്യാറായിരിക്കുക. അതായത് വാളകത്ത് നടന്ന സംഭവത്തിന്റെ ബാക്കി പത്രം പിന്നാലെ വരും. UDF കോൺഗ്രസ് ഇത് കൊണ്ടുവരും. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ എന്റെ ഒരു സുഹൃത്തപ്പം വിളിച്ചു ചോദിച്ചു, അടുത്തത് നിങ്ങൾ ഇതാണോ പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നേ? ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്, ഇത് സംവിധാനം ചെയ്യുന്നത് ഇവിടെ നിന്നൊന്നുമല്ല, ഇതങ്ങ് ദൈവസന്നിധിയിൽ നിന്നാണ്. അത് ഏത് ഭഗവാനാണ്? കൊട്ടാരക്കര ഗണപതിയാണോ, അതോ പുതുപ്പള്ളി പുണ്യാളനാണോ, അതോ ഇനി വേറെ ആരെങ്കിലും ആണോ, എനിക്കറിയില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും പത്തനാപുരത്ത് സ്ഥിതിഗതികൾ കുറച്ച് വഷളാണ്. പത്തനാപുരത്ത് നല്ല ടൈറ്റ് പോരാട്ടം. ഞാൻ ഇന്നാൾ ജയിക്കുമെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. കാരണം സ്ഥലം പത്തനാപുരമായി പോയതുകൊണ്ടാണ്. സംഭവം കുറച്ച് ടൈറ്റാണ്. പത്തനാപുരത്തിൻ്റെ പേര് തുടങ്ങുന്ന ആദ്യക്ഷരമായ പായിൽ തുടങ്ങുന്ന പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയതുപോലെ ഈ പത്തനാപുരത്തെ KV ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഫലം ജയമാണെങ്കിലും പരാജയമാണെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇലക്ഷന് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇലക്ഷന് KV ഗണേഷ് കുമാർ ജയിച്ചാൽ 6 മാസത്തിനുള്ളിൽ ഇടതുപക്ഷത്തിന്റെ ഒരു MLAക്ക് രാജിവെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതിനുള്ള അത്രയും വലിയ മരുന്ന് അണിയറയിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഗണേഷ് കുമാറിന് തന്നെയുണ്ട്.